എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT എന്നിങ്ങനെ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഡിസംബർ 1-ാം തീയതി വരെ LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. ഇതുവരെ ഓപ്ഷനുകൾ നൽകാത്ത വിദ്യാർത്ഥികളും, അതായത് ട്രയൽ അലോട്ട്മെന്റിന് മുൻപ് നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഓൾറെഡി ട്രയൽ അലോട്ട്മെന്റിന് മുൻപ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും പുതിയ കോളേജ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിലോ, അതുപോലെ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് റീ അറേഞ്ച്മെന്റ് ചെയ്യണമെങ്കിലോ, അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ അത് ഒഴിവാക്കുന്നതിനോ വിദ്യാർത്ഥികൾക്ക് ഡിസംബർ 1-ാം തീയതി വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ ഒരു നവംബർ 30-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ആയിരുന്നുവെങ്കിലും നിലവിൽ ഇപ്പോൾ വെബ്സൈറ്റിൽ ഈ ഒരു ഡിസംബർ 1-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ആയിട്ട് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം നീട്ടിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ ഡിസംബർ 1-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ തന്നെ വിദ്യാർത്ഥികളുടെ ഓപ്ഷനുകൾ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്ന ശേഷം, അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് വന്ന ശേഷം, തേർഡ് അലോട്ട്മെന്റ് വന്ന ശേഷം ഇനി എന്താണ് അഡ്മിഷനായിട്ട് ചെയ്യേണ്ടത്, അതായത് അഡ്മിഷൻ നേടുന്നതിനായിട്ട് പിന്നീട് ചെയ്യാനുള്ള പ്രോസസ്സുകൾ എന്താണ് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷന് ശേഷം പിന്നീട് അഡ്മിഷൻ വരെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ നൽകുന്ന ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ടാണ് 1, 2, 3 അലോട്ട്മെന്റുകൾ പ്രസിദ്ധീകരിക്കപ്പെടുക. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള കോളേജുകളൊന്നും വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷമോ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമോ നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള കോളേജുകളിലേക്ക് നിങ്ങളെ അഡ്മിഷന് പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള, അതായത് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള ഏതൊരു കോളേജും കോഴ്സുകളും വിദ്യാർത്ഥികൾ ഈ ഒരു ഡിസംബർ 1-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. ഇപ്പോൾ നൽകാത്ത കോളേജുകൾ പിന്നീട് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് ശേഷമോ സെക്കൻഡ് അലോട്ട്മെന്റ് ശേഷമോ നിങ്ങൾക്ക് പുതുതായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കില്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് ശേഷമോ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമോ ആ ഒരു ഘട്ടത്തിൽ വരുന്ന പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ടുള്ള കോളേജുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻസ് നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നൽകുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ് അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു 1, 2, 3 അലോട്ട്മെന്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടുക. പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് വരുന്ന സമയത്ത് അത് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൂടി ആ ഒരു സമയത്ത് പരിഗണിക്കും. എന്നാൽ നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ള കോളേജുകൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് ശേഷമോ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമോ നിങ്ങൾക്ക് പുതുതായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കോളേജുകളൊക്കെ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്കൊരു 10ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഓപ്ഷനുകൾ റിമൂവ് ചെയ്യപ്പെടുമോ, അത് പിന്നീട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. ഞാനിപ്പോൾ ഒരു 10 ഓപ്ഷൻ ഞാനിപ്പോൾ ഒരു 100 ഓപ്ഷൻസാണ് നൽകിയത് എന്ന് കരുതുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഈ ഒരു കുറേ ഓപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ലഭിച്ച ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു 10ാമത്തെ ഓപ്ഷനാണ് എന്ന് കരുതുക. അപ്പോൾ ഞാൻ 100 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, 10, 11 ഈ ഒരു രീതിയിൽ ഒരു 100 ഓപ്ഷനുകൾ വരെ ഞാൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നൽകിയതിൽ എനിക്ക് 10ാമത്തെ ഓപ്ഷനിലേക്കാണ് അലോട്ട്മെന്റ് കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ എനിക്കൊരു കോളേജ് അലോട്ട്മെന്റ് കിട്ടുകയും ആ ഒരു കോളേജ് മതി, അല്ലെങ്കിൽ ആ ഒരു അലോട്ട്മെന്റിലെ ആ ഒരു സീറ്റ് എനിക്ക് ആ ഒരു സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ ആ ഒരു സീറ്റ് തന്നെ മതി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു കോഴ്സ് ഒരു വർഷം പഠിക്കാനായിട്ട് എത്ര ഫീസ് ചിലവാകുന്നുവോ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഫീസാണ് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് വിദ്യാർത്ഥികൾ അടക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ 100 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് 10ാമത്തെ ഓപ്ഷൻസിലേക്കാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് 11 മുതൽ പിന്നീടുള്ള 100 വരെയുള്ള ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യപ്പെടും. അത് പിന്നീട് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട്, അതായത് ഈ ഒരു 1 മുതൽ 9 വരെയുള്ള ഓപ്ഷനുകൾ മാത്രമാണ് പിന്നീടുള്ള സെക്കൻഡിലും തേർഡ് അലോട്ട്മെന്റിലും പരിഗണിക്കപ്പെടുക. പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് വരികയാണെങ്കിൽ ആ ഒരു കോളേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ ഈ ഒരു 10ാമത്തെ ഓപ്ഷനിലേക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യണം. ടോക്കൺ ഫീ പേയ്മെന്റ് എന്ന് പറയുന്നത് ഓരോ കോഴ്സ് അനുസരിച്ചും ഒരു നിശ്ചിത ഫീസാണ്. അപ്പോൾ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഫാർമസി, അതായത് DPharm ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സ് ആണെങ്കിൽ 6,800 രൂപയാണ് വരിക. ബാക്കി ഏതെങ്കിലും കോഴ്സുകൾ ആണെങ്കിൽ നിങ്ങൾക്ക് 7,240 രൂപയാണ് ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വരിക. ഇനി നിങ്ങൾ SC, ST, OEC വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 500 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് സെൽഫ് ഫിനാൻസിൻ്റെ കാര്യം നോക്കാം. സെൽഫ് ഫിനാൻസ് കോളേജിൽ മെറിറ്റ് സീറ്റ് ഉണ്ട്, മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ട്. മെറിറ്റ് സീറ്റിലാണ് SC, ST, OEC വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നതെങ്കിൽ 500 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിലും 500 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് SC, ST, OEC വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടതായിട്ടുള്ളത്. ഇനി സാധാരണ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ 10,000 രൂപയാണ് അതായത് SC, ST, OEC അല്ലാതെ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ സെൽഫ് ഫിനാൻസിൽ നിങ്ങൾക്ക് ഏത്
മെറിറ്റ് ആയാലും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റായാലും നിങ്ങൾ 10,000 രൂപയാണ് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇത്ര മാത്രമാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തു, ആ ഒരു സീറ്റ് കൺഫേം ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് 1 മുതൽ 9 വരെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനിലേക്ക് മാറിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ഒരു നൽകിയ ഓപ്ഷൻസിൽ 3ഉം 4ഉം ഓപ്ഷൻ വേണ്ടെങ്കിൽ അങ്ങനെ അതിനെ റിമൂവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് വരികയാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യേണ്ട, നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് ഈ ഒരു ഓപ്ഷനുകളൊക്കെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹയർ ഓപ്ഷൻസിനെ റിമൂവ് ചെയ്യേണ്ടതില്ല. ഹയർ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് പിന്നീട്, അതായത് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കിയുള്ള ഓപ്ഷനുകളെയാണ് ഹയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് 10ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ 1 മുതൽ 9 വരെയുള്ള ഓപ്ഷനുകൾ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം അടച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റ് ആ ഒരു കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി അഥവാ നിങ്ങൾക്ക് പുതിയൊരു കോളേജിൽ കിട്ടിയിട്ടില്ല, ആദ്യം ലഭിച്ച ആ ഒരു സീറ്റ് തന്നെയാണ് ഉള്ളതെങ്കിൽ വീണ്ടും നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻ്റ് ഒന്നും അടക്കേണ്ടതില്ല. കാരണം ഓൾറെഡി ആ ഒരു സീറ്റ് നിങ്ങൾക്കായിട്ട് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതേസമയം നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് കിട്ടി, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 7ാമത്തെ ഓപ്ഷനിലെ ആ ഒരു കോളേജിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം അടച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റ് പുതുതായിട്ട് ഏത് കോളേജിലേക്കാണ് നിങ്ങൾക്ക് കിട്ടിയത് ആ ഒരു കോളേജിലേക്ക് LBS സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏത് കോളേജിലാണോ കിട്ടിയത് ആ ഒരു കോളേജിൻ്റെ താഴെയുള്ള, അതായത് മുൻപ് കിട്ടിയിട്ടുള്ള കോളേജ് ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്യപ്പെടും. പിന്നീട് നിങ്ങൾക്ക് ആ ഒരു 7ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റിൽ ഉണ്ടാവുക, അതായത് അവിടെയാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേ ഹയർ ഓപ്ഷൻസ് ഒക്കെ നിലനിർത്തുന്നു. അപ്പോൾ അങ്ങനെ നിലനിർത്തിയ സമയത്ത് നിങ്ങൾക്ക് ഒരു 3ാമത്തെ ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ 3ാമത്തെ ഓപ്ഷൻ്റെ താഴെയുള്ള മറ്റു ഓപ്ഷനുകൾ റിമൂവ് ചെയ്യപ്പെടും. അതിനുശേഷം ഹയർ ഓപ്ഷൻസ് ആയിട്ടുള്ള 1 മുതൽ 2 വരെയുള്ള ഓപ്ഷനുകൾ മാത്രമാണ് ഉണ്ടാവുക. ഇതിനിടയിലായിട്ട് ഏതെങ്കിലും പുതിയ കോളേജ് വരികയാണെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമായിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പുതിയ കോളേജ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതായത് ആ ഒരു ഘട്ടത്തിൽ വരുന്ന കോളേജ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ വന്നിട്ടുള്ള കോളേജുകളൊന്നും ആ ഒരു ഘട്ടത്തിൽ സാധിക്കില്ല, ഓപ്ഷൻസ് ആയിട്ട് നൽകാൻ സാധിക്കില്ല. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു കോളേജിൽ ഇപ്പോൾ 10ാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ നിങ്ങൾ അവിടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകൾക്ക് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും പങ്കെടുക്കാൻ സാധിക്കില്ല. പിന്നീട് നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ മാത്രമാണ് പങ്കെടുക്കാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ കാര്യം പറയാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം, തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ഈ ഒരു അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് കോളേജിൽ പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫീസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തത് കൊണ്ട് തന്നെ പിന്നീട് നിങ്ങൾ PTA ഫണ്ട് മാത്രമാണ് അടക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, അതായത് PTA ഫണ്ട് മാത്രമാണ് നിങ്ങൾ അടക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോലെ എക്സാം ഫീസ്, യൂണിഫോം, ബുക്ക്, ഇതുപോലുള്ള ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫീസ് എന്നിവയൊക്കെയാണ് ഈ ഒരു ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ അടക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക്, അതായത് സെൽഫ് ഫിനാൻസ് കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ SC ST OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് മെറിറ്റ് സീറ്റിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഈ ഒരു 500 രൂപയ്ക്ക് വേറെ നേരത്തെ പറഞ്ഞതുപോലെ PTA ഫണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ബുക്ക്, യൂണിഫോം, ഹോസ്റ്റൽ എന്നിവയ്ക്കുള്ള ഫീസുകൾ മാത്രമാണ് നിങ്ങൾ അടക്കേണ്ടതായിട്ടുള്ളത്. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ, SC ST OEC വിഭാഗക്കാർക്ക് മാനേജ്മെൻറ്റ് സീറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഏകദേശം നിങ്ങൾ 50,000 രൂപ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അത് ഓരോ കോഴ്സിൻ്റെ ഫീസ് എത്രയാണോ അതനുസരിച്ചിട്ടായിരിക്കും. അതായത് 55,000 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ആ ഒരു 55,000 രൂപ വിദ്യാർത്ഥികൾ അടക്കേണ്ടതായിട്ട് വരും. അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു 10,000 രൂപ ഈ ഒരു സ്പെഷ്യൽ ഫീസ് ഇനത്തിലും അടക്കേണ്ടതായിട്ട് വരും. ഇനി സെൽഫ് ഫിനാൻസിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സാധാരണ വിദ്യാർത്ഥികളാണെങ്കിൽ ഓൾറെഡി ആ ഒരു വിദ്യാർത്ഥികൾ 10,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ അടക്കേണ്ടതായിട്ടുള്ളത് 55,000 രൂപയായിരിക്കും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ അടക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു അഡ്മിഷൻ സമയത്ത് ആ ഒരു ഫുൾ പൈസയും നിങ്ങൾ ആ ഒരു കോളേജിൽ അടക്കേണ്ടതായിട്ട് വരും. ഗഡുക്കളായിട്ട് ഫീസ് അടക്കാനുള്ള ഒരു അവസരം കോളേജ് നൽകുന്നില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ PTA ഫണ്ട്, അതുപോലെ യൂണിഫോം, ബുക്ക്, ഹോസ്റ്റൽ ഇതുപോലുള്ള ഫീസുകൾ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടും വരുന്നത്, അതായത് എക്സ്ട്രാ ഫീസായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അതല്ലെങ്കിൽ ജോയിൻ ചെയ്യാതിരിക്കാം. അത് നിങ്ങളുടെ താല്പര്യമാണ്. അതിനുശേഷം നിങ്ങൾ അതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും എന്നാൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തിട്ടില്ല, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം പിന്നീട് ഒഴിവ് വരുന്ന സീറ്റുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടത്തപ്പെടുക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഇതേപോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണം. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. അതായത് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും എന്നുള്ളതാണ്
അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ താല്പര്യമുള്ള കോളേജും കോഴ്സുകളും മാത്രം ഓപ്ഷൻസ് വെക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ആ ഒരു നിശ്ചിത ഡേറ്റ് പറയും. അപ്പോൾ ആ ഒരു ഡേറ്റിനുള്ളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ചില കോളേജ് NOC നൽകില്ല. അപ്പോൾ അങ്ങനെയുള്ള കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് മറ്റൊരു കോളേജിലേക്ക് മാറാനും സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ നിങ്ങൾ താല്പര്യമുള്ള കോളേജിലേക്കും കോഴ്സുകളിലേക്കും അതായത് ഇപ്പോഴുള്ള കോളേജുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കും. അത് ഓരോ കോളേജിലെയും വാക്കൻസി എത്രത്തോളമാണുള്ളത് അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് അതായത് മുൻഗണന അനുസരിച്ച് നിങ്ങൾ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഡിസംബർ 1-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഓൺലൈനായിട്ട് ഓപ്ഷനുകൾ നൽകാനും ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനും പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാനും ഇതുവരെ ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.